ഒരു പ്രസംഗം ഒന്നും എനിക്കറിയില്ല, ഒന്ന് സംസാരിക്കാം. പിന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. സ്വാഗതം പറഞ്ഞില്ല. സ്വന്തം വീട്ടിലോട്ട് വരുന്നതിന് ആരെയും സ്വാഗതം പറയും, അതിനാരെയും പരിഭവം പറയും. അതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ പ്രകൃതിയുടെ ഓരോ നിശ്ചയം എന്നുള്ളതാണ്. ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ട് പലർക്കും വരാനാവാതെ പോയി. എന്നാൽ എൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം എന്നെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ്. എന്നെ എൻ്റെ ഭാര്യ. അപ്പൊ ഞാൻ പറയുന്ന ഓരോ നിമിത്തങ്ങളാണ്, ഓരോ പ്രകൃതിയുടെ തീരുമാനങ്ങളാണ്. അതതുപോലെ നടക്കട്ടെ. ഇതിലെനിക്ക് എറണാകുളത്ത് നിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ആ വഴിക്ക് കയറി അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വളരെ മനസ്സിലാക്കി എനിക്ക്. ഞാൻ എന്താ ചോദിച്ചാൽ, ചെറുപ്പത്തിൽ ഇവിടെ ഈ മുഹൂർത്തത്തിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ കുറെ ബന്ധുക്കളും ഉണ്ട്. എനിക്ക് ഓർമ്മയിൽ വരുന്നത് എൻ്റെ അച്ഛനെയാണ് ആദ്യം ഓർമ്മയിൽ വന്നത്. അച്ഛനെ അമ്മയും. അച്ഛൻ KN രാമൻകുട്ടി വൈദ്യൻ, അമ്മ ഗൗരി അമ്മ. ഇതിലെ ഏറ്റവും വലിയ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് 2 നായകന്മാരുടെ പേരാണ് രാമൻകുട്ടിയും ഗൗരിയും. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ ദിലീപ് രാമൻകുട്ടിയാണ്, നവ്യ നായർ ഗൗരിയാണ്. സത്യമായിട്ടും അവര് എൻ്റെ അച്ഛനമ്മമാരെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് ചെയ്തത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അവരോട് നന്ദി. കാരണം അല്ലെങ്കിൽ നായകൻ രാമൻകുട്ടിയാകാം, നായിക ഗോപതിയായി കൂടെ, കൃത്യം ഗൗരി എങ്ങനായി. വളരെ നന്ദിയുണ്ട് അതില്. ഞാനിത് പറയാൻ കാരണം, ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും സംസാരിച്ചപ്പോഴും ചിലർ പറഞ്ഞു, നമ്മുടെ കൂടെയുള്ളവര് പറയില്ല നമ്മൾ കണിയാന്മാരാണ്. അതില് ഏറ്റവും അഭിമാനത്തോടുകൂടി ഞാൻ സ്മരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനെയാണ്. അദ്ദേഹം വൈദ്യനായിരുന്നു, ജ്യോത്സ്യനായിരുന്നു. അരയ്ക്ക് താഴെ തളർന്നു കിടന്ന ഒരാളെ 6 മാസം കൊണ്ട് ഓടിച്ചു വിട്ട് വീട്ടിലേക്ക്. അത് ഞാൻ സത്യമായിട്ടും കണ്ട ആളാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ. പുള്ളി ഒരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. എൻ്റെ ഓർമ്മയിൽ ചെറുതിൽ പറഞ്ഞു, നീ അഭിമാനത്തോടെ കരുതേണ്ട 2 കാര്യങ്ങൾ. 1, നീ ഹിന്ദുവാണ്. 2, നീ കണിയാനാണ്. അദ്ദേഹം എന്റെ മനസ്സിലേക്ക് പകർന്നു തന്നതാണ്. അല്ലാതെ ഒരിക്കലും എടാ നമ്മള് കണിയാന്മാരാട്ടോ മാറി നടന്നേക്കണം എന്നൊന്നും അറിയാൻ പോലും പഠിപ്പിച്ചു. എന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള, എടാ നമ്മളെ തോൽപ്പിക്കാൻ ഒരുത്തരും ഇല്ലടാ ഇവിടെ. അതാദ്യം മനസ്സിലാക്കണമെന്നാണ്. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എനിക്കിപ്പോഴും അതൊരു വിഷമമായിട്ട് കിടക്കുന്നതാണ്. അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു. കാരണം അച്ഛൻ വൈദ്യനായിരുന്നല്ലോ. അപ്പൊ മകൻ ഡോക്ടറാക്കാൻ പഠിപ്പിച്ച്, സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ എടുപ്പിച്ച്. എവിടെ? മകന്റെ തന്നെ സിനിമയല്ലേ. ലാസ്റ്റ് ഗതികെട്ട് DPharm കൊണ്ട് ചേർത്തു. ഇവൻ ഡോക്ടറായില്ല, കമ്പൗണ്ടറെങ്കിലും ആകട്ടെ ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട്. വൈദ്യരുടെ മകനല്ലേ, കമ്പൗണ്ടറെങ്കിലും ആകട്ടെ. എവിടെ? അവിടെ ചില പ്രാന്തന്മാരുണ്ട്, സിനിമാ പ്രാന്തന്മാർ. അവന്മാര് വന്ന് കൂട്ടുകൂടി ക്ലാസ്സിൽ കയറാറായി. ഫുൾ കയറ്റം. എവിടെ? തിയേറ്ററില്ല. വള്ളൂർ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ ഞാൻ കോളേജ് കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് മുഴുവൻ പാലാ യൂണിവേഴ്സൽ, പൊൻകുന്ന ലീലാമഹൽ, കോട്ടയം അക്ഷര, അഭിനയ, എവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. കൊല്ലത്ത് കൊണ്ട് ചേർത്തു. ഇവന് അവിടെയെങ്കിലും രക്ഷപ്പെടട്ടെ. കൊല്ലത്തെ മുഴുവൻ തിയേറ്ററുകളിൽ 1 വർഷം കൊണ്ട് ഞാൻ കയറി ഇറങ്ങി. വീരയ്യ, ആലപ്പുഴ വീരയ്യ, കരുനാഗപ്പള്ളി, തരംഗം, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗീതം. അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ, അച്ഛൻ്റെ അമ്മയുടെ ഒരു മോനാണ് ഒരു ഡോക്ടർ. മോശം കാര്യമല്ല, അല്ലെങ്കിൽ ഒരു വക്കീൽ, മോശം കാര്യമല്ല. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് നിങ്ങളോട് പറയാനുള്ളത്. കാളിയാനെ തോൽപ്പിക്കാനൊന്നും ഇവിടെ ഒരുത്തിനും വളർന്നിട്ടില്ല. കാര്യം അച്ഛൻ പറയാം, എന്താ പറയുന്നറിയാം, എടാ ഇവിടെ ഏത് തമ്പുരാനുണ്ടായാലും ശരി, ഏത് കൂടിയവനുണ്ടായാലും ശരി, അവൻ എന്ന് ചാകും, എന്ന് കല്യാണം കഴിക്കും, എന്നവൻ അസുഖം വരുമെന്ന് ഗണിച്ചു പറയാൻ കഴിയുള്ളവന്മാരാണ് ഈ കണിയാന്മാർ.
നമ്മുടെ മുമ്പിൽ വന്ന് ഓച്ചാനിക്ക് ചോദിക്കണം, അടുത്ത വെള്ളിയാഴ്ച ഞാൻ സിനിമ കാണാൻ പോകോട്ടെന്ന്. അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ പടം റിലീസ് ആക്കിക്കോട്ടെ എന്ന് പ്രൊഡ്യൂസർ വന്ന് കണിയാനോട് ചോദിക്കണം. അയാളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു കുഴപ്പം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈയിടെ ഭാര്യയോട് പറഞ്ഞു, പിന്നെ എന്റെ ഭാര്യ